നിമിഷങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ടാകും. വിട പറഞ്ഞ വഴികളിൽ സുഹൃത്തുക്കൾ നൽകിയ മധുരമുള്ള ഓർമ്മകളെ താലോലിക്കുമ്പോൾ അറിയാതെ കൊതിച്ചു പോകുന്നു ആ വഴികളിലൂടെ ഒന്നുകൂടി നടക്കുവാൻ. അതേ ഒരു മനസ്സിൽ അതേ ഒരു ഫീലിങ്സോട് കൂടിയാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക എന്നെനിക്കറിയാം. അതിനൊപ്പം തന്നെ ഓരോ സ്കൂൾ വരാന്തകൾക്കും ഉണ്ടാകും ഒരുപാട് കഥകൾ പറയുവാനായിട്ട്. ഇണങ്ങിയും പിണങ്ങിയും തല്ലുകൂടിയും നടന്ന സൗഹൃദങ്ങളെപ്പറ്റി, തുറന്നു പറഞ്ഞതും പറയാത്തതുമായ ഉള്ളിലൊതുക്കിയ കൊച്ചു കൊച്ചു പ്രണയങ്ങളെപ്പറ്റി, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നെയ്തുകൂട്ടിയ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് കുരുത്തുകേടുകളെപ്പറ്റി, അങ്ങനെ ഒരുപാട് പറഞ്ഞു തീരാത്ത ഒരുപാട് കഥകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഇതിൻ്റെ എല്ലാം ഒരു ഓർമ്മ പുതുക്കലാണ് നമ്മുടെ ഈ റീയൂണിയൻ എന്ന് പറയുന്നത്. ഈ നല്ല സുദിനത്തിൽ സെൻറ്റ് ജോസഫ് സ്കൂൾ വെളിയലിച്ചാലിൻ്റെ 2003 SLC ബാച്ചിൻ്റെ ഈ റീയൂണിയനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഞങ്ങൾ ഓരോരുത്തരും എന്തായിരിക്കുന്നുവോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ വെളിയലിച്ചാൽ സ്കൂളും ഈ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അടിത്തറയുമാണ്. ഞങ്ങളുടെ ബാച്ചിൽ ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, പോലീസുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം അതിനകത്ത് കുറേ അധികം പേരും തന്നെ 45ഓളം പേര് മാത്രമേ ശരിക്കും നമ്മുടെ ഈ നാട്ടിലുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പുറത്താണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്ന് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച ഒരു ശ്രമം ഫലം കണ്ടിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതിനാൽ തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 10 മണിക്ക് നമ്മൾ ആലപിച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥന ഗാനത്തോടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. അതിനുവേണ്ടി വിന്യയും പ്രിയയും ക്ഷണിക്കുന്നു. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനു കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിലച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനു കാരണമായുള്ള തമ്പുരാനെ. ബഹുമാനപ്പെട്ട മാനേജർ അച്ഛ, എത്രയും സ്നേഹങ്ങളും ബഹുമാനങ്ങളുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ എന്ന് പറയുമ്പോൾ ഇന്ന് ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് കൂടാതെ മനസ്സുകൊണ്ട് നമ്മളോടൊപ്പമുള്ള നമ്മുടെ പ്രവാസികളായ ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ SSLC കഴിഞ്ഞിട്ട് 20 വർഷം, ശരിക്കും പറഞ്ഞാൽ 21 വർഷം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് 21 വർഷം മുന്നേ ഇതേ സ്ഥലത്ത് നമ്മുടെ ഫെയർവെൽ, നമ്മളതിന് സോഷ്യൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ആ ഒരു സോഷ്യലാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതിനുശേഷം ഈ കൂട്ടത്തിൽ പലരെയും ഞാൻ കാണുന്നത് ഇന്നാണ്. അപ്പോൾ ഈ 21 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ പഴയ അതേ ആ ഒരു സൗഹൃദം നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ സ്കൂളും ആ സ്കൂളിൽ അന്നുണ്ടായിരുന്ന നമ്മുടെ അന്തരീക്ഷവും നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ടീച്ചേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ആദ്യം ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ഇവിടെ എത്താൻ ചേർന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും അത്യധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമ്പയിലേക്ക് കിടക്കട്ടെ. ആദ്യമായി വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം പ്ലാൻ ചെയ്തത്. അത്രയും ചെറിയ ഷോർട്ട് നോട്ടീസിൽ അറിയിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും ഒന്നിച്ചു ചേർന്നുള്ള ഒരേ സ്വരത്തിലുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ റീയൂണിയൻ നടക്കുവാണെങ്കിൽ അത് നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ വേണം എന്നുള്ളത്. അത് സാധിച്ചു തന്നതിന് ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ ഒരു ചെറിയ പുഷ്പം സ്വീകരിച്ചുകൊണ്ട് അച്ഛനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ടീച്ചേഴ്സിന് ഓരോരുത്തരും പേരെടുത്ത് പറയണേക്ക് മുമ്പ് ആദ്യമായിട്ട് ഇതിൽ എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ നേരിട്ട് ചെന്ന് വിളിക്കാൻ നമുക്ക് സാധിച്ചില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു ഫോൺ കോളിൽ നമ്മളോടുള്ള ആ പഴയ ആ ഒരു സ്നേഹം കൊണ്ട് ഇവിടെ വന്ന ടീച്ചേഴ്സിനോട് ആദ്യമായി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടീച്ചേഴ്സിൻ്റെ പേര് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ പുഷ്പം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ലില്ലിക്കുട്ടി ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഓമന ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഷായി സാറേ വേഗം വേഗം വരാൻ പറയണോ? നേരത്തെ പറഞ്ഞല്ലേ സാറ് വടിയെടുക്കണോ? ജാൻസ്ലെറ്റ് സിസ്റ്ററിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററാണ് ഇത്രയും ദൂരം കടന്ന് നമുക്ക് വേണ്ടി വന്നതിന് ടീച്ചറിനോട് ഒരുപാടധികം നന്ദിയും സ്നേഹവും കടപ്പാടും അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറ്. നമ്മുടെ ഷാജി സാറിന് ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൺസ ടീച്ചർ. അൽഫോൺസ ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എത്രയും പ്രിയപ്പെട്ട റോസക്കുട്ടി ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ലിസി ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ആനി ടീച്ചറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിപ്പിച്ച ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സിനെയും കാണുമ്പോൾ ഓരോ സബ്ജക്റ്റ് ഓർമ്മ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ പ്രിയപ്പെട്ട റാണി ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫിലോമിന ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റോസി ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലാലിയമ്മ ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജോർജിന ടീച്ചറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എത്രയും പ്രിയപ്പെട്ട സിസിലി ടീച്ചറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ലീല ടീച്ചറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. സ്നേഹം നിറഞ്ഞ അംബിക ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പരസ്പരം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തതാ, അമ്മ ആയതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞാനത് മറന്നുപോയി. വേഗം വാടാ. കഴിഞ്ഞ ഈ 21 വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ടാവും. നമ്മുടെ കുസൃതികൾ, നമ്മുടെ കൊച്ചു കൊച്ചു കുറുമ്പുകൾ, കൂടെ നമ്മൾ കുറേ പഠിച്ചതിൻ്റെ, വഴക്കിട്ടതിൻ്റെ, കൂട്ടുകൂടിയതിൻ്റെ, കുഞ്ഞു കുഞ്ഞു മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രണയങ്ങളുടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും നമ്മുടെ ഈ 21 വർഷത്തിന്. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് നമ്മളെല്ലാം ചേർത്ത് നിർത്തിയ ഒരേ ഒരു വികാരം എന്ന് ഞാൻ കരുതണത് നമ്മുടെ ഒരു സൗഹൃദമാണ്. ശരിക്കും തിരിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വളരെ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്.
ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളിൽ പലർക്കും ഫീൽ ചെയ്തത് നമുക്ക് നഷ്ടപ്പെട്ട വിലപ്പെട്ട എന്തോ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയെന്ന ഒരു ഫീലായിരുന്നു എല്ലാവർക്കും. അതിൻ്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു റീയൂണിയൻ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് സഹകരിച്ച് വിജയിപ്പിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, അതോടെ നമ്മുടെ ഒരു ചെറിയ അനൗപചാരികമായ വിളികളിൽ പോലും നമ്മളെ തേടിയെത്തി നമ്മുടെ ടീച്ചേഴ്സിനോടും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ഈ കൊച്ചു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല. 12ഓളം പേര് യൂട്യൂബിൽ ഓൾറെഡി ലൈവായിട്ടുണ്ട്. അപ്പം നമ്മളുടെ പ്രസൻസ് ഉണ്ടെങ്കിലും മനസ്സുകൊണ്ടും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൂട്ടുകാർ നമുക്കുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ സ്വാഗതം ചെയ്തപ്പോൾ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ കൂടെ ഇപ്പം ഇല്ലാത്ത നമ്മുടെ ഒരു 3 ടീച്ചർമാരുണ്ട് നമ്മുടെ ഓർമ്മയിൽ. അവർക്ക് വേണ്ടി നമ്മുടെ മാത്യു സാറ്, അന്നക്കുട്ടി ടീച്ചർ, മേരി ടീച്ചർ, നമുക്കൊരു നിമിഷം അവർക്ക് വേണ്ടി ഒന്ന് ഒരു മിനിറ്റ് എണീറ്റ് നിൽക്കാം, ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള 2003 ബാച്ച് കുട്ടികളെ, നിങ്ങൾക്ക് ആദ്യമായി തന്നെ ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്കും ഈ ഒത്തുചേരലിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഞാൻ ഷാജി സാറിനോട് ചോദിക്കുകയായിരുന്നു, ഇവരെല്ലാവരും തന്നെ 1ാം ക്ലാസ് മുതൽ പഠിച്ചവരായിരിക്കുമോ എന്ന്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഇടയ്ക്ക് വന്നവരുണ്ടാകാം എന്ന് ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങ് ചോദിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാനൊന്ന് ചോദിക്കുകയാണ്, 1ാം ക്ലാസ് മുതലോട് പഠിച്ചവരെന്ന് കൈവെക്കാവോ? 1ാം ക്ലാസ് മുതൽ പഠിച്ചവർ ഭൂരിഭാഗവും അങ്ങനെയാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ജോയിൻ ചെയ്ത പ്രഗത്ഭരും ഉണ്ടാവും ഈ കൂടെ. എന്തായാലും ഇന്ന് ഈ ക്ലാസ്മേറ്റ്സ് ഗ്യാതറിങ് റീയൂണിയൻ ഇവിടെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അതീവ മിടുക്കന്മാരും മിടുക്കികളുമാണ് എന്ന് തന്നെയാണ്. ഇത്രയും വലിയൊരു സൗണ്ട് സിസ്റ്റം, ഇതേപോലെ മറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഓൺലൈൻ ടെലികാസ്റ്റിംഗ്, ഈ സംവിധാനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മഹാസംഭവം തന്നെയായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ സൗമ്യയും വിനി നാരായണനുമൊക്കെ നല്ല ഭംഗിയായി ആദ്യ നിമിഷങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അധികം പ്രസംഗിക്കരുത്, കാരണം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് സമയം അധികം എടുക്കാതെ തന്നെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ആദ്യ നാളുകളിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പ്രപഞ്ചത്തിലെ ഒരു ഉദാഹരണമാണ്. നമ്മളെല്ലാവരും പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ട്. ചിത്രശലഭം എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഭൂമിയിലെ ഒരു ചിത്രകാരനും ചാലിച്ചു ചേർക്കുവാൻ സാധിക്കാത്ത വിധം അത്രമാത്രം ബഹുവിധ വർണ്ണങ്ങളുള്ള ചിറകുകളാണ്. അങ്ങനത്തെ പൂമ്പാറ്റയെ പതുങ്ങിയിരുന്ന് പിടിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളവരാണ്, ചിലപ്പോഴെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ. പക്ഷെ ഒരു പൂമ്പാറ്റ അങ്ങനെ ആയതിന് പുറകിലുള്ള ചരിത്രം നമ്മൾ അത്രമാത്രം ഗൗരവത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടും. ഏതോ ഒരു പ്രാണിയിട്ട മുട്ട വിരിഞ്ഞുണ്ടായ വേറൊരു പുഴുവായിരുന്നു അത്. ഒരു പുഴുവിനെ കാണുമ്പോൾ അയ്യേ പുഴു എന്നാണ് നമ്മൾ പറയുക. ആ പുഴു അതിൻ്റെ ശരീരം പുറപ്പെടുവിക്കുന്ന സ്രവം കൊണ്ടുണ്ടാകുന്ന ആവരണത്തിനുള്ളിൽ നാളുകളായി സമാധിയിരുന്ന ഒടുവിൽ പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരും. അപ്പോഴത്തേക്കും അത് ചിത്രശലഭവുമായി മാറിയിരിക്കും. ഹായ് പൂമ്പാറ്റ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അയ്യേ പുഴു എന്നും ഹായ് പൂമ്പാറ്റ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട് നമുക്കറിയാം. ഈ ആദ്യത്തെ ജീവി ഈ വലിയ മഹത്വത്തിലേക്ക് വളർന്നതിന് പിന്നിൽ ഒരു സമാധിയിരിക്കലിൻ്റെ, ഒരു ഒതുങ്ങിക്കൂടലിൻ്റെ, ഒരു പരിശീലനത്തിൻ്റെ, ഒരു രൂപാന്തരീകരണത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ നമുക്ക് ഏറെക്കുറെ അതിനോട് ഉപമിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. 21 വർഷം മുമ്പ് നല്ല പൂമ്പാറ്റകളായി പുറത്തേക്ക് പാറിപ്പറന്ന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 35ഓളം പേര് ഇവിടെ വന്നെത്തിയിരിക്കുന്നു. ബാക്കി 10-15 പേര് ഓൺലൈനിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഇത്രയേറെ പേരെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. ആദ്യമേ കണ്ടപ്പോൾ ഞാൻ ഓർത്തു കുട്ടികളെക്കാളും കൂടുതൽ ടീച്ചേഴ്സാണോ ഇവിടെ ഉള്ളത്. അതിന് നിങ്ങൾക്ക് പ്രത്യേകം ഒരു കൺഗ്രാജുലേഷൻസ് ഞാൻ പറയുകയാണ്. ഈ ടീച്ചേഴ്സിനെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ വളരെ ഹൃദ്യമായി കരുതി ഗുരുഭൂതരുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ച് അങ്ങ് ഈട്ടിത്തോപ്പിൽ നിന്ന് സിസ്റ്ററിനെ ഉൾപ്പെടെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന്
ഇവിടെ ഇത്രയും മനോഹരമായി ഈ പരിപാടിയെ രൂപീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും ഒത്തിരിയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വെറും പുഴു എന്ന് പറയാവുന്ന അവസ്ഥയിൽ നിന്ന് പൂമ്പാറ്റകളുടെ തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തിവിട്ട പാറിപ്പറക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങൾക്ക് ചിറകുകൾ സമ്മാനിച്ച് നിങ്ങൾക്ക് എവിടെ ചെന്നാലും 10 വാക്ക് കൂട്ടി വായിക്കുവാനും പറയുവാനുള്ള കഴിവ് സമ്മാനിച്ച ഒരു ആത്മധൈര്യത്തോടെ ഇവിടെ നിന്ന് സൗമ്യയെ പോലെ വിന്നി നാരായണനെ പോലും ഒക്കെ അഭിമാനത്തോടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങൾക്ക് പ്രസംഗ ചാതുര്യമൊക്കെ പകർന്നു തന്ന മനോഹരമായി പാടുവാനുള്ള കഴിവുകളെ വളർത്തിയെടുത്ത് ഡാൻസ് കളിക്കുവാനുള്ള കഴിവുകളെ വളർത്തിയെടുത്ത് നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന അനേകം നല്ല ഗുണങ്ങളെ കണ്ടെത്തി അത് ശോഭിക്കുവാൻ തക്ക വിധത്തിൽ സാഹചര്യം ഒരുക്കി തന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചു. തീർച്ചയായും നല്ല കാര്യമാണ്. അത് വീണ്ടും വീണ്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം മൺമറഞ്ഞു പോയ ഈ കൂടെ ഇപ്പോൾ നമ്മളിനി എത്ര ആഗ്രഹിച്ചാലും ഇതുപോലൊരു മീറ്റിങ്ങിലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ പറ്റാത്ത ഏതോ ഒരു തലത്തിലേക്ക് കടന്നുപോയ 3 അധ്യാപകരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുവാൻ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് നിങ്ങളിലൊക്കെ അന്തർലീനമായി കിടക്കുന്ന മറ്റൊരു സ്വഭാവ വിശേഷത്തെ കൂടി ഞാൻ കണ്ടെത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ ചെന്നപ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഓട്ടോണമസ് കോളേജായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം, ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. നമ്മുടെ സ്കൂളിൻ്റെയും ഏതോ ഭാഗത്ത് അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഓർമ്മ. ദൈവഭയമാണ് വിജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ബൈബിൾ വചനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവചിന്ത, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു നമ്മുടെ മൺമറഞ്ഞു പോയ 3 അധ്യാപകർ എന്നുള്ള ചിന്ത കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പരിശീലനത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നത്. നമ്മളറിയാം, എപ്പോഴും നമ്മുടെ ജീവിതത്തിലൊരു അതിഭൗതിക ചിന്താഗതി വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലോകത്തിൽ നിരവധിയായ ജീവിത പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അവയുടെ എല്ലാത്തിൻ്റെയും ഒന്നും കാരണം കണ്ടെത്തുവാൻ നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല. നിരീശ്വര ചിന്താഗതി പുലർത്തുന്നവരും കുറേ ഏറെ പേരുണ്ട് എന്നുള്ള സത്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ തികഞ്ഞ നിരീശ്വരവാദികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു. ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ അങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതും എനിക്കറിയാം. കാരണം ഈ ലോകത്തിൽ നമ്മൾ എന്തു തന്നെ നേടിയാലും ശാശ്വതമായിട്ട് ഒന്നും ഇവിടെ ഒന്ന് സുരുക്കൂട്ടി വെച്ച് സ്ഥിരം അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുവാൻ നമുക്കാർക്കും ആയുസ് ഇല്ല എന്നുള്ള വലിയ വസ്തുത നമ്മൾ ബോധ്യപ്പെടുകയാണ്. ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ മനസ്സുകളിൽ ശരിയായ ദിശാബോധമില്ലാതാകുമ്പോൾ എന്തിനൊക്കെ വേണ്ടിയുള്ള ഒരു ആക്രാന്തമായിട്ട് ജീവിതം അധപതിച്ചു പോകുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടത്തിനും ഇതിലും ഉപരിയാണ്, അതുക്കും മേലെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഇതിനും ഉപരിയായ ചില യാഥാർത്ഥ്യങ്ങൾ, ചില ദിശാബോധങ്ങൾ, ചില ലക്ഷ്യബോധങ്ങൾ ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒത്തുചേരലുകൾ പോലും അനുഗ്രഹീതമായി തീരുന്നത്. എനിക്ക് നിരവധിയായ ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ മനുഷ്യൻ അഹങ്കാരത്തോടെ മണ്ണിനോട് പറഞ്ഞു, മണ്ണേ, എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ സ്വന്തമാക്കും. മണ്ണ് വിനയപൂർവ്വം മറുപടി പറഞ്ഞു, ഒരു വിലയും കൊടുക്കാതെ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ ഭൂമിയിൽ നമ്മളിങ്ങനെ എത്രമാത്രം ആകുലതയോടെ നയിക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത എത്രമാത്രമാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞ മണ്ണിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ മണ്ണിൻ്റെ മറുപടി നമുക്ക് ഉപകാരപ്പെടുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വ്യത്യസ്തമായ എന്നാൽ ഈ ഭൗതികതയിൽ ഉപരിയായ അതിഭൗതികമായ സൂപ്പർ നാച്ചുറലായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൂടി മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് നമുക്കറിയാം. അതായത് ഒരു വാല്യൂ സിസ്റ്റത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇന്നൊരു പക്ഷേ ലോകത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വാല്യൂ സിസ്റ്റമാണ്. അത് നമ്മുടെ നാട്ടിലും അന്യനാട്ടിലും എല്ലാം ഏറെക്കുറെ തുല്യമാണ്. മനുഷ്യൻ പണമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അന്യരുടെ ജീവിതങ്ങളിൽ കണ്ണീര് കലർത്തിയിട്ടായിരിക്കരുത് എൻ്റെ പണസമ്പാദനം എന്നുള്ളൊരു ബോധ്യം മനസ്സിൽ സൂക്ഷിച്ചില്ല എങ്കിൽ അടുത്ത നാളുകളിൽ ചില പ്രത്യേക സംഭവങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആലുവയിലുള്ള ഡ്രഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്റ്ററിൽ പോലും നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ പേരുകൾ, യുവതി യുവാക്കളുടെ പേരുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അതേപോലെ വിവിധങ്ങളായ കോളേജുകൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അത് ഒരു നിശ്ചിതമായ വാല്യൂ സിസ്റ്റത്തെ റെസ്പെക്റ്റ് ചെയ്യാതെ പോകുമ്പോഴാണ്, ധാർമ്മികത എന്ന് പറയുന്ന സംഗതികൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഭരണത്തിൽ പോലും പലരും പരാജയപ്പെട്ടു പോകുന്നത്. ഭരണ അധികാരികൾക്ക് ഈ ധാർമ്മിക ചിന്താഗതി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്.
അതുകൊണ്ട് തന്നെയും എങ്ങനെയും പണസമ്പാദനം മാത്രം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് പോകുന്നതിനിടയിൽ അനേക സാധാരണക്കാർക്ക് നീതിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, ധാർമ്മികതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരുപക്ഷെ ക്ലാസ്മേറ്റ്സ് ഗ്യാതറിംഗ് പോലും ഒരു അനുഗ്രഹമായി മാറുവാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. അതേസമയം അത് മറ്റു വിധത്തിൽ മാറിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള വലിയ സത്യവും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല സംഭവങ്ങളും പത്രവാർത്തകളും സോഷ്യൽ മീഡിയ വാർത്തകളൊക്കെ നമ്മുടെ കൈകളിലൂടെയുണ്ട്. കാരണം പറയപ്പെടുമ്പോൾ മറന്നുപോയ പല കാര്യങ്ങളും അനുസ്മരിക്കുവാനും ഉറങ്ങിക്കിടന്ന കാര്യങ്ങളെ തട്ടി ഉണർത്തുവാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞ് പ്രസംഗിച്ചു പോകാമെന്നുണ്ടെങ്കിലും സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ഒരു കരടായി വേറെ ഒന്നും വന്ന് ഭവിക്കാതിരിക്കുവാനുള്ള ഒരു വിവേചന ശക്തി കൂടി മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് ഇതേപോലുള്ള ഒത്തുചേരൽ ഒരു അനുഗ്രഹമായി മാറുന്നത്. ഇല്ലെങ്കിൽ അനേക സ്വസ്ഥമായ ജീവിതങ്ങളിൽ അല്പമൊക്കെ കണ്ണെതിരിൻ്റെ സാധ്യത കൂടി അവശേഷിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നുകൂടി ചില ക്ലാസ്മേറ്റ്സ് ഗ്യാതറിങ്ങിൻ്റെ പിന്നാമ്പുറ കഥകൾ ഒക്കെ അടുത്ത് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഗുരുഭൂതരെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ ചെറുപ്പത്തിൽ പകർന്നു തന്ന നല്ല നല്ല പാഠങ്ങൾ ജീവിതത്തിൽ നിന്ന് മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ഇവിടെ സൗമ്യ പറയുകയായിരുന്നു, ഞങ്ങളുടെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പലരുമുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട് എന്ന് കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പറഞ്ഞയാൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാ വിഭാഗത്തിലും പെട്ടവരൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല മാന്യമായി ജോലി ചെയ്ത് കൃഷി ചെയ്ത് ഈ സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന അനേകം കർഷകരും എല്ലാം കൂടെ കൂടിയിട്ടുള്ളതായിരിക്കും ഈ നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏത് ജോലി ചെയ്താലും അതെല്ലാം മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ലൊരു മനുഷ്യ വ്യക്തിയായി ജീവിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് വീണ്ടും വീണ്ടും അനുസ്മരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിലെ മാനുഷിക ഗുണങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തക്ക വിധത്തിൽ എനിക്ക് ഈ സമൂഹം അല്ലെങ്കിൽ സ്കൂൾ എന്ത് തന്നു എന്നുള്ളതിനെ ഉപരിയായിട്ട് ഈ സ്കൂളിന് എന്ത് കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ചിന്തിക്കുവാൻ സാധിക്കും. തീർച്ചയായും നല്ലതാണ്. നിങ്ങളെല്ലാവരും നല്ലവരായി, നല്ല പൂമ്പാറ്റകളായി, നല്ല ചിത്രശലഭങ്ങളായി പാറിപ്പറക്കുമ്പോൾ സത്യത്തിൽ ഈ സ്കൂൾ അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നല്ല ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്കൂളിന് നൽകാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെയെല്ലാം ആയിരുന്നാലും അവിടെയെല്ലാം ശോഭിച്ച മുന്നേറും. ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സ്കൂളിൽ നിന്ന് പറിച്ച് വേറെ എങ്ങോട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? IT ഫീൽഡ് ആകട്ടെ, ഹോസ്പിറ്റൽ ആകട്ടെ, പഠിപ്പിക്കുന്ന മേഖലയാകട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ, വേറെ ഏത് തലവുമാകട്ടെ, അവിടെയെല്ലാം നിങ്ങൾ നല്ല വിധത്തിൽ ശോഭിക്കുമ്പോൾ തീർച്ചയായും വെളിയച്ചാലിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് പറയപ്പെടുമ്പോൾ ഈ സ്കൂള് നേരിട്ട് അത് അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അഭിമാനം കൊള്ളുന്നുണ്ട്. ഈ വേദിയിൽ ടീച്ചേഴ്സ് എല്ലാവരും അഭിമാനം കൊള്ളുന്നുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു വിട്ട കൊച്ചാണ്, ആ കൊച്ച് നല്ല മിടുക്കിയാണ്, അവൾ നല്ല മിടുക്കനാണ് എന്നെല്ലാം പറയുവാൻ വേണ്ടി ടീച്ചേഴ്സിന് സാധിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതം കൊണ്ട് ഈ സ്കൂളിനോടും നിങ്ങളുടെ ടീച്ചേഴ്സിനോടും മാനേജ്മെൻറ്റിനുമെല്ലാം കടപ്പാടുകൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരിക്കൽ കൂടി ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു. ബിബിനും എൽദോസും ശരിക്കും ഈ ഒരു പ്രോഗ്രാം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഇതിന്റെ ഫുൾ കോർഡിനേറ്റേഴ്സ് ഇവർ രണ്ടുപേരുമാണ്. പോലീസുകാരനാണ്. നമുക്ക് കൈകളടിക്കാം. ഓരോരുത്തരുടെ മുമ്പിലേക്ക് കയറി വരാം, ജസ്റ്റ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹിജോ. ഞാനിവിടെ 5B തൊട്ട് ഈ തട്ടയിലെ ക്ലാസ്സിൽ പഠിച്ചു വന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാർ, ഗുരുക്കന്മാരിരിക്കണം. ഞാനിപ്പോൾ അതേ നമ്മുടെ അച്ഛനറിയും, നമ്മുടെ ഷെല്ല ചേച്ചിനറിയില്ലേ, വിൽസൺ ചാണ്ടയെ കുറിച്ചുള്ള ഒരു ടോർസ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചേച്ചിയുടെ അടുത്ത് വന്നിട്ടാണ് വിട്ടു പോകുന്നത്. അച്ഛൻ്റെ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്തു കവിളിൽ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ് നഖം കടിക്കണ് കണ്ണൊണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം ചൊല്ലണതെന്താണ് പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്തു
കവിളില് പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ് നഖം കടിക്കണ് കണ്ണൊണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം ചൊല്ലണതെന്താണ് കൂട്ടുകാരന്മാരെ പാടാട്ടോ നല്ല പാട്ടാ മണിക്കാരൻ്റെ പാടാ പാട്ടോടാ പാട്ടി ഒക്കെ പാട്ടോടെന്ന് പറഞ്ഞാ പാടണ്ട കണ്ണിമാങ്ങ പെറുക്കിയെടുത്തു കളിച്ചോർ നമ്മൾ കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നോർ നമ്മൾ കണ്ണിമാങ്ങ പെറുക്കിയെടുത്തു കളിച്ചോർ നമ്മൾ കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നോർ നമ്മൾ മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസ് തോണിയിറക്കി മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസ് തോണിയിറക്കി കളിവഞ്ചു തുഴഞ്ഞു കളിച്ചൊരു കൂട്ടുകാർ നമ്മൾ പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്തു കവിളില് പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ നഖം കടിക്കണ് കണ്ണൊണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം ചൊല്ലണതെന്താണ് മുറ്റത്തെ നാട്ടുമാവിലൊരുയാൽ കെട്ടി മുന്തിരിച്ചാറ് തോൽക്കു മുത്തം തന്നു മുറ്റത്തെ നാട്ടുമാവിലൊരുയാൽ കെട്ടി ഞാൻ മുന്തിരിച്ചാറ് തോൽക്കും മുത്തം തന്നു നീ മണ്ണപ്പം ചുട്ടു കളിച്ചത് മാമ്പൂവിൻ കറികൾ വച്ചത് മണ്ണപ്പം ചുട്ടു കളിച്ചതും മാമ്പൂവിൻ കറികൾ വച്ചതും കളിവീട് പണിഞ്ഞു കളിച്ചൊരു കൂട്ടുകാർ നമ്മൾ പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്തു കവിളില് പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ നഖം കടിക്കണ് കണ്ണൊണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം ചൊല്ലണതെന്താണ് പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്തു കവിളില് പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ നഖം കടിക്കണ് കണ്ണൊണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം ചൊല്ലണതെന്താണ് ഞാനുമില്ല നീയുമില്ല നമ്മളാകണം നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം മനുഷ്യനാകണം മനുഷ്യനാകണം. എന്നെ എല്ലാവർക്കും അറിയാലോ, പ്രിയചന്ദ്രൻ. ടീച്ചർമാരെല്ലാവരും അറിയുന്നു പ്രതീക്ഷിക്കുന്നു, ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പം കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു. റോയൽ ഹയാത്ത് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. ഹസ്ബൻഡ് 2 മക്കളുണ്ട്, ആൺപിള്ളേരാണ്. ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ്. രണ്ടാമത്തെ ആൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എനിക്ക് ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കൂട്ടുകാരന്മാരോട് പറയാനുള്ളത്, വീട്ടിൽ വൈഫൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വൈഫൊക്കെ ഉണ്ടാവും. അവരാരും നമ്മുടെ വേലക്കാരായിട്ട് നിങ്ങൾ കരുതരുതെന്നൊരു അഭ്യർത്ഥന ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ പറക്കാൻ ആഗ്രഹമുള്ള ചിത്രശലഭങ്ങളാണ്, ചിറകുകൾ അരിയരുത്. അവിടെ കൂടിയിരിക്കുന്ന പെൺസുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആരുടെ അടിമകളൊന്നുമല്ല. നിങ്ങൾക്ക് പുറത്തു പോകാനും പണിയെടുക്കാനും സമ്പാദിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ സ്വന്തമായിട്ട് നേടിയെടുക്കേണ്ടതാണ്. അതാരും നിങ്ങളുടെ കൈ കൊണ്ട് തരില്ല. നിങ്ങൾ നേടിയെടുത്താലേ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളൂ. അപ്പം ഈ കൂട്ടായ്മയിൽ വന്ന് ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വരാൻ പറ്റുമെന്ന് കരുതിയില്ല. ആക്ച്വലി ഡിസംബറിലായിരുന്നു എൻ്റെ ലീവ്. നേരത്തെ ആക്കിയതാണ്. എൻ്റെ ഇളയ മോന് സുഖമില്ലാതായി ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അങ്ങനെ നേരത്തെ ആക്കിയതാണ്. വരാനും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. നമ്മുടെ ബഹുമാനരായ ടീച്ചർമാരെ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ ഒക്കെ വളരെ സന്തോഷം. എല്ലാവരും നല്ല സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാൻ 1ാം ക്ലാസ് തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. 1ാം ക്ലാസ്സല്ല, നേഴ്സറി തൊട്ട് ഇവിടെ പഠിച്ചതാണ്. 10ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചു. പിന്നീട് എൻ്റെ നാട് കോട്ടയം ആയതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നീട് ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാണ്.
ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുകയാണ് എഞ്ചിനീയറായിട്ട്. എല്ലാവരും ഭയങ്കര സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ സ്കൂളിലോട്ട് വന്നപ്പോഴും ഇടയ്ക്ക് 1-5 വർഷം പോകുന്നു. അപ്പോൾ നമ്മൾ ഷായി സാറിനെ ടീച്ചറിനെയും ജസ്റ്റ് ടീച്ചറെ കണ്ടായിരുന്നു, റോസ ടീച്ചറെ കണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂട്ടുകാരുടെ ഒപ്പത്ത് കാണാൻ വേണ്ടി സന്തോഷം. വളരെ വളരെ സന്തോഷമായ രീതിയിൽ ഇരിക്കുന്നു. കുടുംബം ഇപ്പോഴും കോട്ടയത്ത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഷായി സാറിൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാനിപ്പോൾ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഫെഡറൽ ബാങ്കിലെ കാർ ലോൺ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ കാർ ലോൺ സെക്ഷൻ, മൂവാറ്റുപുഴ. കാർ ലോൺ സെക്ഷനാണ്. എന്തെങ്കിലും ലോണൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തരാം. ഞാൻ മാരീഡായിരുന്നു, ഇപ്പോൾ ഡിവോഴ്സ് ഒരു ലെവലിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ അടുത്ത് തന്നെ ആവും. എത്രയേ ഉള്ളൂ എൻ്റെ. ഞാൻ ഇപ്പോൾ മൂവാറ്റുപുഴ വർക്ക് ചെയ്യുന്നത് 5-6 വർഷമായിട്ട്. എൻ്റെ പേര് എബി ജേക്കബ്. 5ാം ക്ലാസ് മുതലാണ് ഞാനിവിടെ പഠിച്ചു തുടങ്ങിയത്. 10ാം ക്ലാസ് വരെ പഠിച്ചു. ടീച്ചേഴ്സിനൊക്കെ പരിചയമുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. ഖത്തറിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫ്, 2 പിള്ളേർ. ഒരാൾ 5 വയസ്സ്, ഒരാൾ 1.5 വയസ്സ്. നേഴ്സാണ് വൈഫും. വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നേഴ്സ് പിള്ളേരായതുകൊണ്ട്, പിള്ളേർ 2 പേരുള്ളതുകൊണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അടുത്ത കൊല്ലം തൊട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ലീവ് കിട്ടിയപ്പോൾ വന്നപ്പോൾ ഇത് കൂടാൻ പറ്റി. അതിന് വലിയ സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. അപ്പോൾ എല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ. അടിപൊളിയായിട്ട് പരിപാടികൾ നടക്കട്ടെ. ഞാനിവിടെ 2ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ വീട് പുന്നേക്കാടാണ്. ഞാനിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ PG കഴിഞ്ഞിട്ട് കാമ ആയുർവേദ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ആറാണ്ടിയിൽ വർക്ക് ചെയ്യണു. ഒരു കുട്ടി, സന്തോഷം. പിന്നെ എല്ലാവർക്കും അറിയാം, എൻ്റെ അമ്മ ഇവിടുത്തെ ഒരു അധ്യാപിക കൂടിയായിരുന്നു, അംബിക ടീച്ചർ. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. പിറവത്താണ്. 3 മക്കളുണ്ട്. 9ലും 7ലും 5ലും പഠിക്കുന്നു. ഞങ്ങൾ കൃഷിയാണ്. സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ബിൻസി. ഞാൻ പുന്നക്കാട് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ അങ്കൻവാടിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നു. 2 മക്കളുണ്ട്. 2 പിള്ളേർ. മൂത്തത് 7ൽ, രണ്ടാമത്തത് 3ാം ക്ലാസ്സിൽ. എൻ്റെ പേര് ടിസ്മി ജോസഫ്. ഒരു കൊച്ചുണ്ട്, ആൺകുട്ടിയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സുബർണ. ഞാൻ പെരുമ്പാവൂർ താമസിക്കുന്നു. എനിക്കൊരു മോനുണ്ട്. ഹസ്ബൻഡും ഞാനും ആലുവയിൽ ജോലി ചെയ്യണം. എൻ്റെ പേര് ജെസി. കെട്ടിച്ചാണ് അങ്കമാലിൽ. ഹസ്ബൻഡ്, 2 പിള്ളേർ. മൂത്ത ആൾ അഹാന, 2ാം ക്ലാസ്സിൽ. ഇളയത് ആൻ്റോണിയോ, 3 വയസ്സ്. ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഞാൻ ജോലിക്കൊന്നും പോകണില്ല. എൻ്റെ പേര് സുനിത. ഞാൻ ഉപ്പോളത്ത് ആണ്, കെട്ടിച്ചേക്കണ ഉപ്പോളത്താണ്. ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു കൊച്ചുണ്ട്, അവൻ 4ൽ പഠിക്കുന്നു. എൻ്റെ പേര് രമ്യ. എന്നെ കെട്ടിച്ചേക്കുന്നത് പുന്നേക്കാടാണ്. എനിക്ക് 2 മക്കൾ. ഹസ്ബൻഡ് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റാണ്. സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ പുന്നേക്കാട്ട് താമസിക്കുന്നു. എന്നെ കെട്ടിച്ചത് കൂത്താട്ടോളം. എൻ്റെ പേര് ജിഷ. ചേലാട് താമസിക്കുന്നു. ഹസ്ബൻഡ്, 2 കുട്ടികൾ. മൂത്തയാൾ 10ൽ പഠിക്കുന്നു, ഇളയാൾ 4ൽ പഠിക്കുന്നു. എൻ്റെ പേര് ജിൻസി. എൻ്റെ വീട് പുന്നേക്കാടാണ്. കെട്ടിച്ചേക്കണത് മൂവാറ്റുപുഴ ആവോലി. ഹസ്ബൻഡ്, 2 കുട്ടികൾ. എൻ്റെ പേര് നിമ്മി. എൻ്റെ വീട് പുന്നേക്കാടായിരുന്നു. ഇപ്പോൾ കോതമംഗലത്താണ് താമസിക്കുന്നത്. എന്നെ കെട്ടിച്ചേക്കണത് മൂവാറ്റുപുഴ. ഞങ്ങൾക്ക് ബിസിനസ്സാണ് എറണാകുളത്ത്. ഹസ്ബൻഡ് 2 മക്കൾ. സന്തോഷമായിട്ട് ജീവിക്കും. ഒരു മിനിറ്റ്. ഹസ്ബൻഡിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പരിചയപ്പെടാനും കുട്ടികളെ എല്ലാവരും കാണാനും ഇടയായതിലും വളരെ സന്തോഷമുണ്ട്. 2003 ബാച്ച് SSLC സൗമ്യ. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ വാട്സപ്പിൽ ഇട്ടിരുന്നു, കാണാൻ പറ്റി. പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ മുഖം എല്ലാം ഒത്തിരി പേരുടെയും മാറിയിട്ടുണ്ട്. പിന്നെ വിന്നീനെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണോണ്ടാണ് എനിക്ക് തോന്നുന്നത്. വിന്നീയുടെ മുഖമൊന്നും അധികം മാറിയിട്ടില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2 ഇരട്ട കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിലൊരു കുഞ്ഞിന് പനിയാണ്, അതുകൊണ്ട് എനിക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് അവസരം കിട്ടിയതിൽ, നിങ്ങൾ ഇതിൽ ക്ഷണിച്ചതിലും വളരെ നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും. അതുപോലെ ടീച്ചേഴ്സിനെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ഒത്തിരി കാലം കൂടി എല്ലാവരെയും കാണുന്നതാണ് സന്തോഷം. സഹപ്രവർത്തകരായ പ്രിയ ടീച്ചേഴ്സ്, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചു കഥയാണ് എൻ്റെ മനസ്സിൽ. ഒരു വിധവയായ സ്ത്രീ ഒരു കൊച്ചു കുട്ടിയെയും കൊണ്ട് രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവിനോട് ഈ സ്ത്രീ പറഞ്ഞു, എനിക്കൊന്നുമില്ല, എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റുന്നില്ല. ആ കാണുന്ന ഗുഹയിലേക്ക് ഈ സാധു സ്ത്രീയെയും കുട്ടിയെയും കൊണ്ട് ചെന്നു. ഗുഹ തുറന്നു. ഫലം പറഞ്ഞു, 20 മിനിറ്റ് കൊണ്ട് നിനക്ക് ശേഖരിക്കാവുന്ന അത്രയും നീ ശേഖരിച്ചു കൊള്ളുക. ഈ സാധു സ്ത്രീ ആ കുട്ടിയെ ഒരു മൂലയിലിരുത്തിയിട്ട്, ഇഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അവളത് വാരിക്കൂട്ടാൻ തുടങ്ങി. വാരിക്കൂട്ടി അവസാനം 20 മിനിറ്റായി അവൾ കയ്യിൽ നിന്ന് വാരിക്കൂട്ടുന്ന മുഴുവനും പുറത്തേക്ക് കൊണ്ട് ഓടിപ്പോയി. വാതിലടഞ്ഞു പോയി. പ്രിയം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തിരി കാലമേ ഈ ലോകത്തിലുള്ളൂ. വാരിക്കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മറക്കരുത്, നമ്മുടെ ഭർത്താവിനെ മറക്കരുത്, നമ്മുടെ ഭാര്യയെ മറക്കരുത്. അവരെയും കൂട്ടി സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുക. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ സായങ്കാലം എടുത്തു. അപ്പോൾ ഇങ്ങനെ പറയണമെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെ. നിങ്ങളുടെ ജീവിതത്തിനിടയിൽ ദൈവത്തെയും മാതാപിതാക്കളെയും മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ച സൗമ്യയെ പ്രത്യേകമായിട്ട്, ഞാനിവിടെ 2 വർഷക്കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോയിട്ട് ഏകദേശം 24 വർഷം പൂർത്തിയായി. ഇങ്ങോട്ട് വരാനുള്ള വഴി ഞാൻ കോതമംഗലത്ത് നിൽക്കുമ്പോൾ ചാരുപാറ എന്നൊരു മനസ്സിലുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് സൗമ്യയെ വിളിച്ചിട്ട് ഏത് ബസ്സിനാണ് കയറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സൗമ്യയുടെ പപ്പ തൊട്ടടുത്ത് നിൽക്കുന്നു. സൗമ്യ പപ്പയടുത്ത് നിൽപ്പുണ്ട്. ഞാൻ പപ്പയോട് വഴി ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ടീച്ചേഴ്സിനെ കാണാൻ പറ്റി, നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവർക്കും, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് ക്ലാസ്സുകളിൽ പഠിച്ച അതേ രൂപഭാവത്തിലും ഇന്നും എൻ്റെ മനസ്സിൽ നിങ്ങളെ ഓർക്കുകയാണ്. പിന്നെ എന്താണ് പറയേണ്ടതെന്നൊന്നും പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാരണം ആ പരിണാമചക്രം തിരിഞ്ഞ് ഞാൻ ഇന്നൊരു അമ്മൂമ്മയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മൂമ്മ ഒരു കൊച്ചുമക്കളെ എപ്രകാരം ശുശ്രൂഷിക്കുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു, അതേ ഭാവത്തോടും രൂപത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നത്. എനിക്ക് ഒരു ഏറ്റവും സന്തോഷമായ ഒരു അനുഭവം ഉണ്ടായ പ്രകാരം ഞാൻ പറയാം. ഞാനങ്ങ് വാഴത്തോപ്പിൽ 86-ൽ SLCക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ട്രാൻസ്ഫറായി പോന്നു. ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ വാർഡിൽ ഡോക്ടർമാർ പരിശോധിച്ചിരുന്ന സമയമായതുകൊണ്ട് വാർഡിലേക്ക് പ്രവേശനമില്ല. ഏതായാലും ഞാനും എൻ്റെ കൂടെ പോകുന്ന ആളും കൂടി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഓരോ മുറിയിൽ നിന്നും ഡോക്ടർമാർ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇറങ്ങി വരുന്ന ഡോക്ടറെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാനങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ആരാണെന്നൊന്നോ അവൻ്റെ മുഖശായൊന്നും ആ ഡോക്ടറെ എനിക്ക് കാണാൻ ഡോക്ടർ തെളിഞ്ഞു വന്നില്ല. ഇത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഇവിടെ നിൽക്കാൻ പാടില്ലാന്നിട്ട് നിന്നിട്ടായിരിക്കുമോ ഈ ഡോക്ടർ വന്ന് എന്നെ പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സോറി ഡോക്ടർ, ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ എന്നെ ഒന്നും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ടീച്ചർ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ ഇന്ന ആളാണ്, എന്നെ 3 വർഷം പഠിപ്പിച്ച ടീച്ചറാണ്. അങ്ങനെ അവൻ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് എനിക്ക് ആ നിമിഷത്തെ ഇന്ന് ഞാൻ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഓർക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ പഠിപ്പിച്ചു വിട്ടു. വർഷങ്ങൾ കുറേയായി. ഇപ്പോൾ 1986-ൽ ഞാൻ SLC ബാച്ച് പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ വർഷങ്ങളായി അവനും ഒരു
ഞാൻ പഠിപ്പിച്ചൊരു ആൺകുട്ടിയാണ്. അവൻ്റെ പേര് ബാബു എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആ ഡോക്ടർ അവിടുന്ന് ട്രാൻസ്ഫറായി പോയെങ്കിൽ പോലും ഇപ്പോഴും ആ അന്നത്തെ അനുഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെയാണ്. അതുപോലെ നിങ്ങളും എല്ലാവരും വിവിധ നിലകളിലെത്തി വിവിധങ്ങളായ ജീവിതവും തേടിപ്പോയി. അങ്ങനെയെല്ലാം ആണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ ഇപ്പോൾ ഈ അവസരത്തിലും ഓർക്കാൻ അവസരം തന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദിയും ആശംസയും നേരുന്നു. നിങ്ങളെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആദ്യം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച നിങ്ങളെ ഓരോരുത്തരെയും, കാരണം നിങ്ങളെല്ലാവരും ആലോചിച്ചിട്ടായിരിക്കുമല്ലോ വിളിച്ചത്. ഇതിനു മുമ്പുള്ള ബാച്ചിൽ ഗെറ്റ് ടുഗദർ നടത്തി കഴിയുമ്പോൾ സാധാരണ ഹൈസ്കൂൾ ടീച്ചേഴ്സിനെയാണ്. കാരണം ഇപ്പം തന്നെ അറിയാം, കുട്ടികളെക്കാൾ കൂടുതൽ ടീച്ചേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ 10ാം ക്ലാസ്സിലെ ടീച്ചേഴ്സ് 10ൽ പഠിപ്പിച്ചവരെ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിപ്പിച്ചവരെയൊക്കെയാണ് വിളിക്കാറ്. പക്ഷേ ഇത്തവണ ഇപ്പോൾ 4ൽ പഠിപ്പിച്ച സിസ്റ്ററിനെ ഈട്ടിത്തോപ്പിൽ നിന്ന് ഇവിടെ വരുത്താൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ ആ മഹാമനസ്കതയ്ക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം, സ്കൂളിൽ 10ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ പിള്ളേരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ അടിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, പക്ഷേ നിങ്ങളതൊന്ന് ഓർത്ത് വയ്ക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ശരിയാക്കി തരാമെന്ന് നിങ്ങളുടെ മനസ്സിൽ കാണുന്നത്. അതുപോലെ ഞാനും നിങ്ങൾക്ക് അത്യാവശ്യം അടിയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് കുറേ കഴിയുമ്പോൾ അതെല്ലാം നിങ്ങൾ മറന്നുപോകും. ഇപ്പോൾ അടി കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ പുതിയ തലമുറയിലുണ്ട്, നിങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഹൈസ്കൂളിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വെളിയൽച്ചാൽ ഇടവകയിൽ നിന്ന് തന്നെ 2-3 കുട്ടികളെ അച്ഛൻ്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിൻ്റെ അടിമയായിട്ട് 10ാം ക്ലാസ്സിലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോയി ആക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതൊക്കെ ഈ നിയമങ്ങളൊക്കെ മാറിയതുകൊണ്ടാണ്. ടീച്ചേഴ്സിനെ അടിക്കാൻ പാടില്ല, അധ്യാപകർ പിന്നെ മാതാപിതാക്കൾക്ക് വഴക്ക് പറയാൻ പാടില്ല. അപ്പം തന്നെ അവരെ പോലീസിലേക്ക് വിളിക്കും, ചൈൽഡ് ലൈനിലേക്ക് വിളിക്കും. അങ്ങനെയുള്ള പുതിയ തലമുറ അങ്ങനെയൊക്കെയാണ്. അതായാലും നിങ്ങൾ അങ്ങനെയൊന്നും ആയി തീർന്നിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം അത്യാവശ്യം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ അടിയൊക്കെ കൊണ്ട് വളർന്നിട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിയിട്ടതിൻ്റെ പേരിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വെക്കേണ്ടതെന്ന് ഒന്നോടെ പറയുകയാണ്. പിന്നെ പലരെയും ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. ഈ നാട്ടിലുള്ള ആൾ തന്നെ ആയതുകൊണ്ട് നാട്ടിലുള്ള കുട്ടികളെ കാണാൻ അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇടപെടുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സൗമ്യയുടെ ഒറ്റ വിളിക്ക് ഇവിടെ വരാൻ ദൈവം കൃപ നൽകി. അത് നിങ്ങളോടും നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ആ വലിപ്പം കൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് വെളിച്ചാൽ സ്കൂളിലെ ഓരോ മക്കളെയും കാണുക. ഈ വെളിച്ചാലിൻ്റെ മണ്ണിൽ ഒന്ന് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. എല്ലാ ആശംസകളും, വിജയാശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതുപോലെ സഹപ്രവർത്തകർക്കും എല്ലാവരെയും കാണാൻ പറ്റി. എല്ലാവർക്കും അനുമോദനങ്ങളും ആശംസകളും. താങ്ക് യു. എന്താ പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പം വയസ്സൊക്കെ ആയതുകൊണ്ട് അന്നത്തെ പ്രായമല്ലല്ലോ ഇപ്പോൾ. പിന്നെ എല്ലാവരും കാണുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയതിന് തന്നെ ആദ്യം സന്തോഷമുണ്ട്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും വർത്തമാനം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് പറയാൻ, ഇത് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ടീച്ചേഴ്സിനെ എല്ലാവരും കാണാൻ അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ടീച്ചേഴ്സ്, ഇന്ന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 21 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞങ്ങളെല്ലാം ക്ഷണിച്ചതിന്. ഇതിനു മുമ്പ് പല റീയൂണിയനുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, ഷായ് സാറിനെ വിളിച്ചിട്ടില്ല. പറഞ്ഞത് ശരിയാണ്. അപ്പോഴൊക്കെ എന്നോട് പരിഭവം പറയാറുണ്ട്, ഞാനും അവരെ പഠിപ്പിച്ചതാണ്, എന്നിട്ട് എന്നെ വിളിച്ചില്ല, ഹൈസ്കൂൾ ടീച്ചേഴ്സിനെ മാത്രം വിളിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇപ്പം എല്ലാവരെയും നിങ്ങൾ പരിഗണിച്ചു. LP, UP, ഹൈസ്കൂൾ എല്ലാ ടീച്ചേഴ്സിനെയും അതിന് പ്രത്യേകം നന്ദി പറയുന്നു, ഞങ്ങളെല്ലാം ഓർത്തതിന്. അതുപോലെ തന്നെ നമുക്കറിയാം, ആ ബാച്ചിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഒരേ രീതിയിൽ ഉയർന്ന നിലവാരത്തിലെത്താൻ ആർക്കും സാധിച്ചെന്ന് വരില്ല. എങ്കിലും നമ്മൾ ജീവിക്കുന്ന വഴിയിൽ നല്ലവരായി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചതിൻ്റെയൊക്കെ മഹത്വം ഉണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് പരമാവധി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഈ റീയൂണിയൻ വളരെ നന്മയ്ക്ക് വേണ്ടി തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 82-84 വർഷത്തിലാണ് ഞാൻ PDC MA കോളേജ് പഠിച്ചത്. ഞങ്ങൾ 80 കുട്ടികൾ അന്ന് ബാച്ചിലുണ്ടായിരുന്നു.
കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞങ്ങളെല്ലാം മിക്കവാറും പേരൊക്കെ റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു റീയൂണിയൻ നടത്തിയത്. അപ്പോൾ അവിടെ ഒരു 65 പേരോളം ഞങ്ങൾ ഒരുമിച്ച് സംഘടിപ്പിച്ചു, 80 പേരിൽ. അതിൽ 65 പേരിൽ ഒരു 45 പേരാണ് അവിടെ റീയൂണിയൻ നടത്തിയപ്പോൾ വരാൻ പറ്റിയത്. ബാക്കി എല്ലാവരും പുറത്ത് ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ 45 പേരിൽ ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിച്ചത് ഒരു 3 പേരാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ബാക്കി എല്ലാവരും ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, എല്ലാവരും തോറ്റാണ് ഇങ്ങനെ SLC PDC ഒക്കെ പോകുന്നത്. അപ്പോൾ PDC പഠിക്കാമെന്ന് പറഞ്ഞാൽ ഒരുവിധം മൂളയുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ബാച്ചിൽ ഉണ്ടായിരുന്നതിൽ ഞങ്ങൾ 45 പേര് കൂടി 65 പേരോളം കണ്ടെത്തിയതിൽ 3 പേരാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അതിലൊരാൾക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞു നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറഞ്ഞ നേരം കൊണ്ട് ആ ഓപ്പറേഷനുള്ള തുക സമ്പാദിച്ച് ആ ഓപ്പറേഷൻ വിജയകരമായി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള പല കുട്ടികളും സാമ്പത്തികമായിട്ടും അതുപോലെ എല്ലാം കൊണ്ടും വളരെ വിഷമിക്കുന്ന ഒരു രോഗികളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി നിങ്ങൾ കാണിക്കണം. അതാണ് വളരെയേറെ സന്തോഷം ഞങ്ങൾ ആ ഗ്രൂപ്പിൽ കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു കൂട്ടായ്മ വളരാനായിട്ട് ഈ റീയൂണിയൻസ് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ വാത്സല്യം നിറഞ്ഞ കുട്ടികളെ, എനിക്ക് കുട്ടികളെ എന്ന് വിളിക്കാനാണ് ഇഷ്ടം ഇപ്പോഴും. ഒത്തിരിയേറെ സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നു. പലതവണ ഈ സ്റ്റേജിൽ കയറി ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട്. പക്ഷെ അന്നത്തെ വികാരമല്ല ഇത്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഠിപ്പിച്ച പിള്ളേർ ഞാനിപ്പോഴും ഓർക്കുക. ഈ വിന്നിയും സൗമ്യമൊക്കെ ആദ്യത്തെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഞാനിവിടെ വരുന്നത് 2001 അന്ന് വരെ എനിക്ക് തോന്നുന്നത് 9ാം ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു. അത് 8ലാണ്. 9ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലിരുന്ന് 2 പേര് സൗമ്യയും വിന്നിയും ഞാനിപ്പോഴും ഓർക്കുന്നു. ഒരു ചോദ്യം ചോദിക്കാനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഉത്തരം പറയും. വേറെ ആരെക്കൊണ്ടും പറയിപ്പിക്കില്ല. അതുപോലെയായിരുന്നു. ആ പൊരുവരിപ്പ് ഇപ്പോഴും കാണുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാവരും ഓരോ നല്ല നിലകളിലായി എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. എൻജിനീയർമാരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. എല്ലാവരും ഓരോരോ മേഖലകളിൽ നല്ല ഭംഗിയായിട്ട് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഒത്തിരി പേർ ഇവിടെ ഇല്ലാത്തവരുണ്ട്. ഈ രാജ്യത്തുനിന്നും മറു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ, നഴ്സുമാരായിട്ടുള്ളവർ, അങ്ങനെ ഒത്തിരിയേറെ ആളുകളുണ്ട്. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയോടുകൂടിയ മംഗളങ്ങൾ നേരുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് ഇതിൻ്റെ കൺവീനർമാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകമായ നന്ദി പറയുന്നു. നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നിങ്ങൾ ഓരോരുത്തരും മാറണം. അതിനായി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കും. പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ മക്കളെ, ഇത്രയും വർഷത്തിനിടയ്ക്ക് എല്ലാവരെയും കൂടി കുറച്ച് പേരെ ഉള്ളെങ്കിലും എല്ലാവരെയും കൂടി ഒന്നിച്ചൊന്ന് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ കുറച്ച് പേരെയൊക്കെ ഇതിലിടയ്ക്കൊക്കെ കാണാറുണ്ട്, ഇവിടെ പള്ളിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച്. ഒത്തിരി അന്ന് കണ്ടതിൽ പിന്നെ ഇന്ന് കണ്ടവരുമുണ്ട്. അതായത് ഒത്തിരി സന്തോഷം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എത്രയും നന്നായി തന്നെ നല്ല മനുഷ്യരായിട്ട് തന്നെ ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു. സ്നേഹം നിറഞ്ഞ കുട്ടികളെ ഇനി പറയാൻ പറ്റില്ല. തന്നോളമായാൽ ആരെന്ന് വിളിക്കണം? എൻജിനീയേഴ്സും ഡോക്ടേഴ്സും അഡ്വക്കേറ്റ്സും ഒക്കെയാണ്. നിങ്ങളെയൊക്കെ ഞാൻ ക്ലാസ് റൂമിൽ വെച്ച് കാണുമ്പം കൊച്ചു തൈ നല്ല ഇപ്പം അതെല്ലാം വളർന്ന് പന്തലിച്ച് ഫലം ചൂടി നിൽക്കുന്നത് കാണുമ്പം നല്ല സന്തോഷം. പലരെയും ഞാൻ ഈ നാട്ടുകാരി ആയതുകൊണ്ട് മിക്കവരെയും കാണാറുണ്ട്. ആരെങ്കിലും എന്നെ അറിയില്ലാത്തവരോ ഉണ്ടെങ്കിൽ പോലീസ് കൊച്ച് എന്നെ അറിയില്ലായിരിക്കും. എൻ്റെ പേര് റോസ്ലി, വീട് പാലമറ്റം. പിന്നെ സന്തോഷം മാത്രം. നിങ്ങൾ ഇനിയും വളർന്ന് എവിടെ ശോഭിക്കട്ടെ, നാടിനൊരു അനുഗ്രഹമാകട്ടെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിനൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുശിഷ്യ ബന്ധത്തിന് കാരണമാക്കിയ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എവിടെ ചെന്നാലും നിങ്ങളെ കാണാം. ബാങ്കിൽ ചെന്നാൽ കാണാം, വണ്ടിയുടെ അടുത്ത് ചെന്നാൽ കാണാം. ഇപ്പം ഇവിടെ പാട്ടുപാടിയെ വച്ച് അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാവരും ഉണ്ട്. അതൊക്കെ ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ ക്ലാസ്സിലായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇവരൊക്കെ ലെറ്റ് ദം ബി സംബഡി ഇൻ ദ ഫ്യൂച്ചർ.
ഭാവിയിൽ ഇവരൊക്കെ എന്തെങ്കിലും ആയിത്തീരട്ടെ. ഇപ്പം ഇരിക്കുന്ന കൊച്ചുകുട്ടികളല്ലാതെ അങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ നല്ല സന്തോഷം. ഇനിയും അങ്ങനെ ഉണ്ടായിരുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഞങ്ങളോടൊക്കെ മിണ്ടാനൊരു ധൈര്യവും ഒരു കോൺഫിഡൻസും കണ്ടതിൽ തന്നെ ഐ ആം ദിസ്. അന്നത്തെ ഞാൻ വെറും ആ എബി അല്ല, അന്ന് ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് അന്ന് ചോദിക്കുകയാണെങ്കിൽ ഹു ആർ യു, വാട്ട് ആർ യു എന്നൊക്കെ ഇന്ന് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു. അതിലൊക്കെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ കൂടെ നിങ്ങളുമായിട്ട് എനിക്ക് 1 വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങൾ എന്നെ മറക്കാതെ വിളിച്ചതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. പിന്നെ മുമ്പേ ഷാജി സാറ് പറഞ്ഞതുപോലെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ മാത്രമല്ല വിളിക്കേണ്ടത്. 1-ാം ക്ലാസ്സിലാണ് നമുക്ക് അടിത്തറ തുടങ്ങുന്നത്. ഞാൻ കളക്ടീവ് പഠിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ അവിടെ വെച്ച് അക്ഷരം പഠിച്ചു, സംഖ്യകൾ പഠിച്ചു, സങ്കലന പട്ടിക തുടങ്ങി പഠിച്ചു. അല്ലാതെ ഞാൻ ഹൈസ്കൂളിൽ വരുമ്പോഴത്തേനും സൈൻ തീറ്റായും കോസ് തീറ്റായും പിടിച്ച് നമ്മളാകെ വഴക്കും ബഹളവും അടി വെട്ട കൂത്ത എന്നെ വഴക്ക് പറയുന്നൊരു ടീച്ചറായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികളെ വഴക്ക് പറയുമ്പോഴും പറയും മമ്മി ഒരു ടീച്ചറാകണ്ടായിരുന്നു. അപ്പോൾ അതേ അനുഭവമായിരിക്കുമല്ലോ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാലും നിങ്ങളൊക്കെ വളരെയധികം നല്ലൊരു നിലയിൽ എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ പ്രവർത്തകരെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, എന്നെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചതിന് നിങ്ങളോട് ഏറെ ഞാൻ നന്ദി പറയുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളായാണ്. ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളാണുള്ളത്. ആ പദ്ധതികൾ, അവനവനെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഏറ്റവും നന്നായി നിർവഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ എപ്പോഴും നന്മയുണ്ടാവും. നമ്മൾ നമ്മുടെ കുടുംബത്തിന്, നാടിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം. ആദ്യാക്ഷരം പഠിപ്പിച്ച ആശാന മുതൽ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും സ്മരിക്കുന്നത് ആദ്യാക്ഷരം എഴുതി തന്ന ആശാൻ. അവർ വല്ല ശമ്പളം മേടിച്ചൊന്നുമല്ല, ചെറിയ തുക. പക്ഷെ അവർ തുടങ്ങി, ചെറിയ ക്ലാസ്സിലെ അധ്യാപകർ തുടങ്ങി. നമ്മളെ സ്പർശിച്ചിരിക്കുന്ന എല്ലാവരും ഒരുപോലെ ബഹുമാന്യരാണ്. പിന്നീട് ഞാൻ ഒരു കാര്യം, ഞാൻ പഠിപ്പിച്ചു പോകുന്ന എൻ്റെ കുട്ടികളെ എല്ലാവരെയും എന്നും പ്രാർത്ഥനയിൽ സ്മരിക്കുന്നുണ്ട്. അവർക്കെല്ലാം നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട്. ഈ ആശംസ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഞാൻ തരുന്നു. ആദ്യമായി ഞാൻ അമലയുടെ അന്വേഷണം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവരും പ്രത്യേകം അമല അന്വേഷിച്ചിട്ടുണ്ട്. അവൾക്ക് ഈ മീറ്റിങ്ങിൽ പങ്കുചേരാൻ ഇപ്പോൾ സാധ്യമല്ല, ഡ്യൂട്ടിയിലാണ്. പിന്നെ പീറ്റർ സാറിന് ഇവിടെ വന്നെത്താൻ ഈ സമയത്ത് സാധിച്ചില്ല. അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളോടിപ്പോൾ എന്താ പറയണ്ടേ? നിങ്ങളെ എപ്പോഴും ഡോക്ടറായാലും കർഷകനായാലും ഹൗസ് വൈഫായാലും എന്താണെങ്കിലും നമ്മൾ ആരായിരിക്കുന്നോ നമ്മുടെ വ്യക്തിത്വം അവിടെ പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും നമ്മളൊരു നല്ല മനുഷ്യനായിരിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാകണം. ഞാനിപ്പോൾ ഇത്രയൊക്കെ ആയി, ഇവിടെ കൊണ്ട് അങ്ങ് കഴിഞ്ഞുകൂടാമെന്ന് വിചാരിക്കാതെ എപ്പോഴും നല്ല പ്രതീക്ഷകളുള്ളവരായിരിക്കണം. ആ ഉയരങ്ങളിലേക്ക് ഉയരുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിനായി ആദ്യമായി നാം ദൈവത്തെ സ്മരിക്കുക. നമുക്കിത് വേണമെന്ന് ആഗ്രഹിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക, വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകി ഈശൻ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ. നമ്മുടെ പോലീസുകാരൊരു ദിവസം സുപ്രഭാതത്തിൽ പറഞ്ഞു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന്. അതിൽ അന്നി പിന്നെ അങ്ങ് എൽദോസ് വെറുതെ ഇരുന്നിട്ടില്ല. ബോവാസ്, എൽദോസ്, അങ്ങനെ കുറേ പേരുണ്ട്, സിബിൻ, ഇവരെല്ലാവരും കൂടെ വളരെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. പക്ഷെ എല്ലാ കൂട്ടുകാരും നല്ല സ്നേഹത്തിലായതുകൊണ്ട് വിളിച്ചതും എല്ലാവരും റെഡിയായിരുന്നു. അങ്ങനെ വിന്നിയൊന്നും 2-3 ആഴ്ചയായിട്ട് കൊച്ചിനെ പോലും നോക്കാറില്ല. അങ്ങനെ എല്ലാവരും കൂടെ വളരെ ഇതായിട്ട് കഷ്ടപ്പെട്ട് കൂട്ടുകയും പെട്ടെന്ന് തന്നെ റീയൂണിയൻ സംഘടിപ്പിക്കുകയും ചെയ്ത് ഇത്രയും ഭംഗിയാക്കി തീർത്ത നിങ്ങൾക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങളും ആശംസകളും. പിന്നെ ഇത്രയും സഹപ്രവർത്തകരെ പെൻഷൻ പറ്റിയതിന് ശേഷം ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാനൊരു 10 വർഷത്തിലധികം ഈ സ്കൂളിൽ വന്നിട്ട് ഒരു കാര്യത്തിനും വരാറില്ലായിരുന്നു.
ഷാജി സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ഹൈസ്കൂൾ അധ്യാപകരെയാണ് സാധാരണ വിളിക്കാറുണ്ടായിരുന്നത്. ഏതായാലും എല്ലാവരെയും വിളിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളോട് പ്രിയചന്ദ്രൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം ബഹുമാനിക്കുക, അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. നമ്മളെയും ബഹുമാനിക്കണം, എന്നെങ്കിലാണ് നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് പരസ്പരം ബഹുമാനിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, കർമ്മനിരതയോടെ പ്രവർത്തിക്കുക, ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. പ്രിയ ടീച്ചേഴ്സ്, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. എന്തായാലും ഇന്ന് ഈ പരിപാടി വൻ വിജയമായിരുന്നു. വന്ന് ചേർന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്.
അതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും, ഓൺലൈനിൽ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും നമുക്ക് കൂടാം, എല്ലാവരും വരുന്നതനുസരിച്ച്. എന്തായാലും വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ടീച്ചേഴ്സ് ഉൾപ്പെടെ. ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം രാവിൽ പൂത്തേ തേടും പോകാത്തേ ആടിപ്പാടാ നീയും പോരാമോ എപ്പോഴും ഞാൻ വല്ല തോന്നാണ് തീരത്ത് ചായുന്ന പൂഞ്ചില്ല ഞാനും മുളച്ചു കുമാരി പെയ്യുമോ ആറിനാരാമമാകുന്നു രാവി തീരത്ത് ചായുന്ന പൂഞ്ചില്ല ഞാനും മുളച്ചു കുമാരി പെയ്യുമ്പോൾ ആറിനാരാമമാകുന്നു രാവി അല്ലിപ്പുതാരം ചെണ്ടിലിരുന്നു അമ്പലം മലിഞ്ഞാടുമ്പോ അല്ലികൾ കൂടിയ വെള്ളാമ്പൽ പൂവുകൾ പാതി ഭൂമി നീട്ടുമ്പോൾ നാടൻ കാറ്റി നറുമണം രാവിൽ പൂത്തേ തേടും പൂകാറ്റേ ആടിപ്പാടാ നീയും പോരാവോ
മാനത്തെ മാറാപ്പി നിന്നും മാണിക്ക തല്ലിട്ടതാര് മാണിക്യം കാണാതെ പാവം മാറാപ്പു തേടുന്നൊരാവി മാനത്തെ മാറാപ്പി നിന്നും മാണിക്ക തല്ലിട്ടതാര് മാണിക്യം കാണാതെ പാവം മാറാപ്പു തേടുന്നൊരാവി വെള്ളി നിലാവിൻ പെൺപെട്ടു ചൂടും ആരിട്ടു വഴി മാറി അല്ലികൾ കൂടിയ വെള്ളാമ്പൽ പൂവുകൾ പാതി ഭൂമിയിൽ നീട്ടുമ്പോൾ ആടൻ കാറ്റി മറുപണം രാവിൽ പൂന്തേടും പൂങ്കാറ്റേ പോരാമോ പാടം ആമ്പൽ പൂവിന്റെ ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം മിന്നണരാവിൽ കണ്ണാലി കൂട്ടിലൊരു പിറന്നേ മഞ്ഞണി പൂക്കൾ ഉച്ചരിക്കുമ്പോൾ മണ്ണിന്റെ നായകനും പിറന്നേ വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്രപക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്രപക്ഷി ആരും കൊതിക്കണ നാടൻ കരിക്കിനെ നാടും കുറുങ്ങണ മറുവണ്ണ കുടത്തിനെ ആരാട്ടൊരുക്കൻ കെണി വച്ച് പിടിച്ചൊരു കല്യാണം ആരും കൊതിക്കണ നാടൻ കരിക്കിനെ നാടും കുറുങ്ങണ മറുവണ്ണ കുടത്തിനെ ആരാട്ടൊരുക്കൻ കെണി വച്ച് പിടിച്ചൊരു കല്യാണം പൂരം കാണാൻ പാടം ആരാടാ വെണ്ണക്കല്ലിൽ
എന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി ചിലവിലെ അണിമുത്ത് കൊരുക്കാൻ ആദ്യം വന്നതൊരേല തട്ട ആക്കറുപികൾ അണിയിച്ചു കൊടുക്കും അരഞ്ഞാണം ചിലവിലെ അണിമുത്ത് കൊരുക്കാൻ ആദ്യം വന്നതൊരേല തട്ട ആക്കറുപികൾ അണിയിച്ചു കൊടുക്കും അരഞ്ഞാണം ആരും ചാരവാതിൽ ചാരി കാണാമുത്തിൽ മുത്തം വെക്കാലോ മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാടിത്തേ എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം പൂരമേക്കൊന്ന് കാണണം കാന്ത ആ പൂരമേക്കൊന്ന് കൂടണം കാന്ത ഒരു വട്ടം കൂടി ഒന്ന് കാണണം കാന്ത നമ്മൾ എല്ലാവരും കൂടി വരണം കാന്ത കാന്ത ഞാനും വരാ സെന്റ് ജോസഫ് സ്കൂളിൽ നമ്മൾ കൂടാ കാന്തേ നീയും പോലെ Let's go, speed up, speed up. ഞാനും വരാ Oh,